ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കും. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിലെ മരം മുറിച്ചിണ് കേട്ടോ. അപ്പം ഞങ്ങളെ വീട്ടിലത്തെ മാത്രമല്ല, പാപ്പൻ്റെ വീട്ടിലൊക്കെ മരം മുറിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇലയുടെ ഒക്കെ ശല്യം ഉള്ള കാരണവും പിന്നെ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ഇല വീകണോണ്ട് അവർക്കും അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ കൂടി കേട്ടോ മുറിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഒരു വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുടംപുളി മുറിച്ചതാട്ടോ. ഒരുപാട് ഇപ്രാവശ്യം കായ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പാപ്പൻ്റെ വാർപ്പിൻ്റെ മേലേക്കും അതിൻ്റെ ഇലകളൊക്കെ വീഴാറുണ്ട്. കൂടാതെ തന്നെ ഇത് വണ്ടില വക്കത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇടിയും എന്നൊക്കെ പേടിച്ച് നിന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ ഇടിയാതെ മറ്റൊരു സ്ഥലത്തായിട്ടാണ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യമാണെങ്കിൽ കുടംപുളി ഒരുപാട് കായ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഷൈജേട്ടൻ്റെ അച്ഛന് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന സമയത്തായിട്ട് അച്ഛന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാട്ടോ നല്ല രീതിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വിഷമമുണ്ട് മുറിക്കണേൽ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല കാറ്റോ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗം ഇടിഞ്ഞ് നമുക്കും ബുദ്ധിമുട്ടാണ്, ഓർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്രാവശ്യം ഈ കുടംപുളി കൊമ്പൊക്കെ മുറിച്ചിട്ട് ഇതും പകുതിക്ക് മുറിച്ച് വെക്കുക കേട്ടോ ചെയ്യണത്. ഞങ്ങളുടെ പ്ലാവുമെന്ന് ഞങ്ങൾക്ക് അധികം എന്താ പറയുക, ഇടിച്ചക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചക്ക മാത്രമേ ഉണ്ടാവാറുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചുള ഉണ്ടാവാറില്ല. പിന്നെ പാപ്പൻ്റെ വീട്ടിലുള്ള പ്ലാവുമ്മൽ പഴഞ്ചക്കയാണ് നല്ല എന്താ പറയുക അടക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇതുപോലെ പച്ചയാകുമ്പോഴൊക്കെ നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത് അതിൻ്റെ കുരുവൊക്കെ ഭയങ്കര പൊടിയാട്ടോ. നല്ല രസമാണ് തേങ്ങ അരച്ച ചക്കക്കുരുവിൻ്റെ കറിയൊക്കെ വെക്കുമ്പോൾ കൂട്ടാൻ. അതും മുറിച്ചിട്ടുണ്ടായിരുന്നത്. കാണുമ്പോൾ നമുക്ക് ഉപകാരമായ കുറേ മരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇല്ലാണ്ടാക്കിയത്. കാണുമ്പോൾ ഒരു വിഷമമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലേക്കൊക്കെ ഇതുപോലെ മഴക്കാലമാകുമ്പോൾ കൊമ്പൊടിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.